ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫോർ ദ ബിഗിനേഴ്സ് ആൻഡ് ആഫ്റ്റർ സം ടൈം അഡ്വാൻസ്ഡ് കോഴ്സസും വരുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് വർക്ക് സ്പേസും പാനൽസുമാണ്. എങ്ങനെയൊക്കെ അത് മൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഐക്കൺ കാണും. അപ്പോൾ നമുക്കിത് കണ്ടോ മേലോട്ടും താഴോട്ടൊക്കെ ആക്കാൻ പറ്റും. ലേഔട്ട് ഇങ്ങനെ സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, നമുക്കിത് ആ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റം കാണാം. കണ്ടില്ലേ? ഇവിടെ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വർക്ക് സ്പേസ് ആണ്. ഡിഫോൾട്ട്, ലേൺ, സ്റ്റാൻഡേർഡ്, സ്മോൾ സ്ക്രീന് ഓർമ്മത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ ലേഔട്ട് എല്ലാം ചേഞ്ച് ആയി. സ്മോൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലേഔട്ട്സ് വേറെ രീതിയിലോട്ട് മാറുന്നുണ്ട്. ലൈബ്രറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈബ്രറീസ് എല്ലാം കൂടെ പ്ലാനായി വരുന്നുണ്ട്. ഈ സൈഡിൽ ഇതാ നോക്കാം. ഓൾ പാനൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാനൽസ് എല്ലാം മോസ്റ്റ് ഓഫ് ദ പാനൽസ് നമുക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. അനിമേഷൻ എന്ന് പറയുമ്പോൾ അനിമേഷൻ സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതെല്ലാം കൂടെ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എസെൻഷ്യൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോ ജോബിനനുസരിച്ചുള്ള ടൂൾസ് നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നതുപോലെയാണ് നമുക്കിവിടെ ഇൻ്റർഫേസിൽ ഈ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഓരോ വർക്ക് സ്പേസ് എക്വിപ്മെൻറ്റ്സ്, വർക്ക് സ്പേസ് സെറ്റിങ്സ്. ഓക്കെ, നമ്മൾ നോർമലി ഡീഫോൾട്ടിൽ നമുക്ക് പോയി നോക്കാം. ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്യുമ്പം അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഇവിടെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് പറയാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വർക്ക് സ്പേസിൽ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്, 3 പാനൽസ്. ഈ 3 പാനൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മുടെ മെയിനായിട്ടുള്ള 3 പാനൽസിൽ നമ്പർ 1. അപ്പോൾ അതിൽ നമുക്ക് കാണാം ന്യൂ കോമ്പോസിഷൻ ഫൂട്ടേജ് എന്നുണ്ട്. അപ്പോൾ ന്യൂ കോമ്പോസിഷനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ കോമ്പോസിഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രോജക്റ്റ് വിൻഡോ എന്ന് പറയുന്ന ഇത്രയും ഒരു ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ഔട്ട്ലൈൻ ഉള്ള ഏരിയയിലാണ് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. വർക്കിന് വേണ്ടിയുള്ള കണ്ടൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വീഡിയോ ആകാം, ഓഡിയോ ആകാം, ഒരു ഇമേജ് ആകാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്തിടും, ഇനിയും സ്റ്റോക്ക് ചെയ്തിടും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ടൈം ലൈൻ എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന ബ്ലൂ ഏരിയയിൽ കാണുന്ന ലെഫ്റ്റ് എൻഡ് തൊട്ട് റൈറ്റ് എൻഡ് വരെ നിവർന്ന് കിടക്കുന്ന ഏരിയയാണ് ടൈം ലൈനിൽ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് എൻഡിൽ നമുക്ക് കാണാം ഇത് ലെയർ ഏരിയയാണ്. നമ്മളിടുന്ന ഫയൽസിൻ്റെ എല്ലാം ആ ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ഇവിടെ ആ ഒരു വിസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇതിൽ ഷോ ചെയ്യും. അതിൻ്റെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ആ ടൈമാണ് കാണിക്കുന്നത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഏരിയയിൽ ആ ഓരോ ലെയറിൻ്റെയും ഓരോ കണ്ടൻറ്റിൻ്റെയും ലെയറിൻ്റെ ഡീറ്റെയിൽസ്, ആ ടൈമിംഗ് നമുക്ക് കാണാൻ പറ്റും, ഏത് ടൈമിലാണ് നിൽക്കുന്ന വീഡിയോയിൽ എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. സോ റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ ഓക്സിലറി പാനൽസ് ഉണ്ട്. ഈ കാണുന്ന പോലെ ഓക്സിലറി പാനൽസ് എന്ന് പറയുമ്പോൾ ഈ അനിമേഷൻ പ്രീസെറ്റ്സ്, 3D ചാനൽ, ഓഡിയോ, ബ്ലർ ആൻഡ് ഷാർപ്പൻ, ബോറിസ് എഫക്ട്സ്, മോക്ക, ചാനൽ, സിനിമ 4D കളർ കറക്ഷൻ, അങ്ങനെ കുറേ ഉണ്ട്. പാരഗ്രാഫ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ വിൻഡോയിൽ പോവാം. നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. എസെൻഷ്യൽസ്, ഗ്രാഫിക്സ്, എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് കണ്ട് ഇതെല്ലാം ടിക്ക് ഓൺ ആയിരിക്കുന്നതെല്ലാം ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കണം. ടിക്ക് ഓഫ് ആണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ടിക്ക് ഓഫ് ആയി കിടക്കുന്നതെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, അത് ഓപ്പണായി വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കളർ, ഇഫക്റ്റ്, മിനിമൽ പെയിൻറ്റ് എന്നൊക്കെ കാണാമല്ലോ. എഡിറ്റ് വർക്ക് സ്പേസ് എന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് വർക്ക് സ്പേസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നോർമലി ചെയ്യാറില്ല. ഉള്ള ഒരു എന്താണോ വന്നിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പോസിഷൻ. ഞാൻ വന്നിട്ട് ഒരു ന്യൂ കോമ്പോസിഷൻ എടുക്കുന്നു. അപ്പോൾ ഈ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയാമായിരിക്കാം. പ്രീമിയർ അറിയാവുന്ന ആൾക്കാരോട് പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. പ്രീമിയർ അറിയാത്ത ആൾക്കാർക്കും അറിയുന്ന ആൾക്കാർക്കും കൂടെ ഉള്ള ഒരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു വർക്ക്, എത്ര നേരത്തേക്കുള്ള വർക്കാണ് നമ്മൾ ചെയ്തത്, ആ വർക്കിനെയാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ സെറ്റ് ഓഫ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു അനിമേഷൻ്റെ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് കുറച്ച് എലമെൻറ്റ്സ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിനെ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയും. പ്രീമിയറിൽ സീക്വൻസ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം ആഫ്റ്റർ എഫക്ട്സിൽ കാണുന്ന ഈ കോമ്പോസിഷനെ. സോ ഇവിടെ കോമ്പോസിഷൻ നെയിം നമുക്ക് ഇടാം ഇൻട്രൊഡക്ഷൻ ക്ലാസ്
AE എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് പ്രീസെറ്റ് ഇഷ്ടമുള്ള പ്രീസെറ്റ്സ് ഇടാം. എങ്ങനത്തെ സ്ക്രീനിലാണ് കാണേണ്ടത് എന്ന് തന്നെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രീസെറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് HDTV 1080p എന്ന് പറയും കേട്ടോ. HDTV 1080p ഇതിൽ നമുക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് FPS ഫ്രെയിംസ് പെർ സെക്കൻഡ് എത്രയാണെന്നാണ് ഈ 29.97 25 24 എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഞാനിപ്പോൾ 30 സെലക്ട് ചെയ്യണം. നമുക്ക് വേറെയും പിന്നെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ പ്രീസെറ്റ് HDTV 1080 29.97 എന്ന് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റുന്നത് ഫുൾ HD സൈസാണ്. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് 1920, ഹൈറ്റ് 1080 എന്ന് കാണിച്ചിട്ടുണ്ട്. ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനെ ചേഞ്ച് ചെയ്യുമ്പം പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ മറ്റൊന്നും ചേഞ്ച് ആയിക്കോളും റേഷ്യോ വൈസ് തന്നെ. അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പം ബാക്കിയുള്ളത് സ്റ്റോപ്പായിട്ട് നിൽക്കും. അതിൻ്റെ പ്രൊപ്പോർഷൻ അതിൻ്റെ റേഷ്യോ ചേഞ്ച് ആവും. സോ ലോക്ക് ആസ്പെക്ട് റേഷ്യോ ഈസ് ഓൾവേസ് ദ സേഫ് വേ മോസ്റ്റ് ഓഫ് ദ ടൈം. പിക്സൽ ആസ്പെക്ട് റേഷ്യോ സ്ക്വയർ പിക്സൽസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. തൽക്കാലം ഇതാണ് സേഫ്. അതിനൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഫ്രെയിം റേറ്റ് ഉണ്ടോ 29.97 എന്നുള്ള ഫ്രെയിം റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എപ്പോൾ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് 23.97 ആക്കാം. പിന്നെ തിരിച്ച് വേറെ എന്തെങ്കിലും ആക്കാം. ബട്ട് ലെറ്റ് ബി ഓൺ 29.97. ഓക്കെ, റെസൊല്യൂഷൻ ഫുള്ള്, ഹാഫ്, തേർഡ്, ക്വാർട്ടർ. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് റെൻഡർ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ക്വാർട്ടറോ തേർഡോ ഹാഫോ ഒക്കെ എടുത്താൽ ഫുള്ള് ചെയ്യേണ്ട. വൈ? ബിക്കോസ് ആഫ്റ്റർ എഫക്ട്സ് ഈസ് എ ഹെവി സോഫ്റ്റ്വെയർ. ലൈക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹെവി ആയിട്ട് ഗ്രാഫിക്കലി നല്ലതുപോലെ സിസ്റ്റത്തിൻ്റെ പവർ എടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നല്ലപോലെ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഹാങ് ആവാതിരിക്കാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് റെൻഡറായിട്ട് അതിൻ്റെ ഒരു ഔട്ട് കണ്ടിട്ട് പിന്നെ ബാക്കി കറക്ഷൻസ് ചെയ്ത് ഫുള്ള് വർക്കുകൾ ഫിനിഷ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫൈനലായിട്ടില്ല എങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഹാഫോ തേർഡോ ക്വാർട്ടറോ ലൈക്ക് ദ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ എങ്ങനെ ഇരിക്കുന്നു അതിനെ ബേസ് ചെയ്ത് സ്പീഡ് കുറവുള്ളതാണെങ്കിൽ ക്വാർട്ടർ എടുക്കാം. സ്പീഡ് കുറച്ചുകൂടെ കുഴപ്പമില്ലാതാണെങ്കിൽ തേർഡോ ഹാഫോ ഒക്കെ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ടെസ്റ്റ് റെൻഡർ ഫൈനൽ റെൻഡറിന് വേണമെങ്കിൽ മുമ്പാണെങ്കിലും ഹാഫ് റെൻഡർ ഇട്ടിട്ട് ശേഷം ഫിനിഷായി കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നോക്കിയതിന് ശേഷമേ ഫുള്ള് ഇട്ടിട്ട് റെൻഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റാർട്ട് ടൈം കോഡ് ഡ്യൂറേഷൻ. ടൈം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവർ, മിനിറ്റ്, സെക്കൻഡ് ആൻഡ് ഫ്രെയിംസ് ടൈം കോഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സെക്കൻഡ്സിൻ്റെ എത്ര മിനിറ്റ്, നമ്മൾ നോർമലി 5 to 1 മിനിറ്റ്, 5 seconds 8 seconds അല്ലെങ്കിൽ 6 സെക്കൻഡോ അപ് ടു 1 മിനിറ്റ് എന്നുള്ള ലെവലിലുള്ള ഡ്യൂറേഷനിലുള്ള വർക്കുകളാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ചെയ്യാൻ പാടുള്ളൂ ബേസിക്കലി. കാരണം അത് ഇച്ചിരി ഹെവിയാണ്, റെൻഡറായി കിട്ടാനും ഹെവിയാണ്. ഓവറായിട്ട് കൂടുതൽ സാധാരണ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു 1 hourൻ്റെയും 2 hourൻ്റെ ഒക്കെ ചെയ്യാൻ നമുക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഫ്റ്റർ എഫക്ട്സിൽ അതിന് വേണ്ടി ശ്രമിക്കരുത്. വീഡിയോ എഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രീമിയറിലോട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ്. ദിസ് സോഫ്റ്റ്വെയർ ഈസ് ഫോർ മോഷൻ ഗ്രാഫിക്സ്, ബേസിക്കലി ഫോർ മോഷൻ ഗ്രാഫിക്സ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആഫ്റ്റർ എഫക്ട്സിലോട്ട് വരാനായിട്ട്. സോ നമ്മൾ അങ്ങനത്തെ മോഷൻ ഗ്രാഫിക്സോ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലൈക്ക് ഇൻഫോഗ്രാഫിക്സ്, മോഷൻ ഗ്രാഫിക്സ്, എക്സ്പ്ലെയിനർ വീഡിയോസ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ടേം വെച്ച് നെറ്റിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഡ്യൂറേഷൻ എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 5 സെക്കൻഡ്സോ അല്ലെങ്കിൽ 6 സെക്കൻഡ്സോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് 0, ഹവറിൽ 0 വേണം, മിനിറ്റിലും 0 കൊടുക്കുക. ഇത് സെമിക്കോളാണ് എടുക്കുന്നത്, സാരമില്ല, അതങ്ങനെയാണ് അവിടെ അതിൻ്റെ ഒരു ഫോമായിട്ട്. ഞാനിവിടെ 5 സെക്കൻഡ്സ് അല്ലേ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ 6 സെക്കൻഡ്സ് അല്ലേ, 6 കൊടുത്തു. ഇത് ഫ്രെയിംസാണ്, ഫ്രെയിംസ് അത്രയൊന്നും കൊടുക്കണ്ട. എനിക്ക് 6 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ ഡ്യൂറേഷനിലുള്ള ഒരു വർക്കാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്ക് സ്ലോട്ട് പറഞ്ഞേക്കുന്ന അവർ ഡെഡ് ലൈൻ പറയുന്നത് പോലെ സ്ലോട്ട് പറഞ്ഞേക്കുന്നത് 6 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 6 സെക്കൻഡ്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് 6 സെക്കൻഡ്സിൻ്റെ ഒരു ലോക്ക്, ആ ഒരു അത്രയുള്ള ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ, ഒരു ബൈക്കിൽ 2 പേരെ ഇരിക്കുകയുള്ളൂ, ഒരു കാറിൽ 5 പേരെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ഡ്യൂറേഷൻ കൂടുതൽ ദൂരം പോകേണ്ടവരാണ്, ഒത്തിരി പേരെ കണ്ടെയ്ൻ ചെയ്യേണ്ട ഒരു വണ്ടിയാണെങ്കിൽ വലിയ വണ്ടി എടുക്കണം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. നമുക്ക് ഇത്രയും 6 സെക്കൻഡ്സിനുള്ളിൽ മാത്രം ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ 6 സെക്കൻഡ്സ് വെച്ച് ലോക്ക് ചെയ്തു. അതുകൊണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല, 6 സെക്കൻഡ്സ് ആയോ അതിന് അപ്പുറത്തോട് കവിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഏത് വേണേൽ ചൂസ് ചെയ്യാം. റെഡ് കൊടുത്താൽ റെഡായിട്ട് വരും ആ വരുന്ന സ്ക്രീൻ ഏരിയ. ഇപ്പം ബ്ലാക്ക് മതി, കുഴപ്പമില്ല, തൽക്കാലം ബ്ലാക്കിൻ്റെ ആവശ്യമുള്ളൂ. ഏത് വേണേൽ ആക്കാം നമുക്ക്, നോ പ്രോബ്ലം. സോ ഐ ആം ക്ലിക്കിംഗ് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാം ടൈം ലൈനിൽ നമുക്ക് ഇവിടെ ഒരു ലെയർ, ഒരു ചെറിയൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, കോമ്പോസിഷൻ ക്രിയേറ്റ് ആയതിൻ്റെയാണ് ഈ കാണിച്ചേക്കുന്നത്, മനസ്സിലായില്ലേ? ഇത്രയും ഈ ഐറ്റംസ് ഒക്കെ വന്നു, നേരത്തെ കണ്ടതുപോലെ അല്ല. ഓക്കെ, കോമ്പോസിഷൻ ക്രിയേറ്റ് ആയി. സോ ഇവിടെ നമ്മൾ കോമ്പോസിഷനിൽ പോയിട്ട് ന്യൂ കോമ്പോസിഷൻ നമ്മൾ ആദ്യം ചെയ്തിരുന്നു. അപ്പോൾ അന്നേരമാണ് ഇതെല്ലാം വന്നത്.
കോമ്പോസിഷനിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോമ്പോസിഷൻ സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ രണ്ടാമത്തെ കിടക്കുന്ന കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോവുക. പഴയ പോലെയുള്ള ആ ഒരു ഡയലോഗ് വിൻഡോ വന്നു, അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് കോമ്പോസിഷൻ്റെ കാര്യം പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് മേളിൽ കാണുന്നുണ്ട് ടൂൾ ബാർ. ഈ ഇത്രയും കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ടൂൾ ബാറിൻ്റെ ഏരിയ ആണ്. ടൂൾസ് കുറേ കാണാൻ പറ്റും ഇവിടെ. ആ ടൂൾസ് വെച്ചിട്ട് കുറേ ഐറ്റംസ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം വരും ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം ലൈനിൽ നമുക്ക് ഇവിടെ ലെയർ കാണാം. റൈറ്റ് സൈഡിൽ അതിൻ്റെ ആ ഒരു ടൈമും കാണാം. ഇവിടെ നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയൽസ് കൊണ്ടിടുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു ഫ്ലാഗ് ക്രോപ്ഡ് എന്ന് പറഞ്ഞൊരു PNG ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഇമേജാണത്, PNG ഇമേജ്. അതിനെ എനിക്ക് കോമ്പോസിഷൻ വിൻഡോയിലോട്ട് കൊണ്ടിടാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലെയറിൽ കൊണ്ടിടാം. ടൈം ലൈനിൽ ലെയറിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടിടാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലെയറിൽ കൊണ്ടിട്ടു. അപ്പോൾ നമുക്ക് കാണാം കുറേ കാര്യങ്ങൾ ഇവിടെ. രണ്ടാമത് വീണ്ടും ഒരു ബാർ വന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്ലാഗ് ക്രോപ്ഡ് എന്നുള്ള നെയിമുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു കുറേ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. ഈ ആരോ മാർക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫോം എന്ന് കാണാം. ട്രാൻസ്ഫോമിൽ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആരോയിൽ അവിടെ പൊസിഷൻ, സ്കെയിൽ, ആങ്കർ പോയിൻ്റ്, റൊട്ടേഷൻ, ഒപ്പേസിറ്റി എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എനിക്കിതൊന്ന് നേരെയാക്കണം, ഈ ഫ്ലാഗിനെ ഒന്ന് നേരെയാക്കണം. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം റെഡ് മേളി വരണം. സോ പൊസിഷനിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്പർ 1. ആൻഡ് റൊട്ടേഷനിൽ പോയാൽ റൊട്ടേഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. ഈ റൊട്ടേഷൻ്റെ കറക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 90 ഡിഗ്രിയാണ് കറക്റ്റ് ആക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റിൽ ഞാനിവിടെ -72 കറക്റ്റ് ആയത്. ഞാനിപ്പോൾ വേറെ 90 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 90 പ്രസ് ചെയ്തു, കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? -90 ആണ്, -70 കിടന്നിരുന്നത്. കുറച്ചുകൂടെ ആക്കിയിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ. ഞാനിപ്പോൾ 90 കൊടുത്തത് കൊണ്ട് +90 കൊടുത്തപ്പോൾ നേരെ തിരിച്ചു വന്നു. സോ നമുക്ക് വേണ്ടത് +90 അല്ല, -90 ആണ്. അത് -90 കൊടുത്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, തിരിച്ച് കറക്റ്റായി. ഓക്കെ, അതുപോലെ തന്നെ ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി വല്ലാതെ വരും. ഒപ്പേസിറ്റി തിരിച്ചു കൊണ്ടുവന്നു. സ്കെയിൽ എനിക്കിതാ ഇവിടെ 200 കിടപ്പുണ്ടാണ്. ഇപ്പോൾ 271 കിടപ്പുണ്ട്. XY എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് കാണിച്ചേക്കുന്നത്. ഒരു 2D സർഫസിൽ നമുക്ക് ഗ്രാഫ് പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും XY എന്ന് പറഞ്ഞിട്ട് 2 ഡയറക്ഷനെ കാണത്തുള്ളൂ. Z എന്ന് പറയുന്നത് നമ്മുടെ നേരെയുള്ള ഡയറക്ഷനോ സ്ക്രീനിനകത്തോട്ടുള്ള ഡയറക്റ്റ് കാണുന്ന ആ ഒരു ഡെപ്ത് ആയിരിക്കും. ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത ഇപ്പം, അതുകൊണ്ടാണ് Xഉം Yയും മാത്രം കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ലോക്കുണ്ട്, കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻസിൻ്റെ ലോക്ക്. അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 71 എന്നുള്ളത് ഞാൻ മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, ആദ്യത്തെ 71 ഇവിടെ തന്നെ സ്റ്റോപ്പായി കിടപ്പുണ്ട്. മറ്റേത് വാല്യൂ കൂടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 100 കൊടുത്തു. അതാണ് കറക്റ്റ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് 100 ഞാൻ മാക്സിമം വേറൊരു ലെവലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം വെർട്ടിക്കലി മാത്രം അതിൻ്റെ സൈസ് കൂടുന്നു. വൈ? ബിക്കോസ് ഇവിടുത്തെ ആ ഒരു കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻ എന്നുള്ള സാധനം ഞാൻ ഓഫ് ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇനിയും കണ്ടോ, അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഓരോരോ വർക്കിനനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഓക്കെ, അത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യാം. അതാണ് പൊസിഷൻ്റെ കോൺസെപ്റ്റ്. ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് അതും ഈ ഒരു ഫ്ലാഗ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ കോമ്പോസിഷൻ വിൻഡോയുടെ ആ ബ്ലാക്ക് സ്ക്രീനിൽ ഫ്ലാഗിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചെറിയൊരു സർക്കിൾ വിത്ത് ഒരു ചെറിയ 2-3 ഡാഷ് വെളിയിലോട്ട് കിടക്കുന്നത് പോലത്തെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. ഒരു ക്രോസ് മാർക്ക് പോലൊരു സിമ്പിൾ. ഓക്കെ, ക്രോസ് ഹെയർ നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ സാധനം അനുസരിച്ചാണ് ബാക്കിയുള്ള വർക്ക്സൊക്കെ നടക്കുന്നത്. ആങ്കർ പോയിൻ്റ് എവിടെ ഇരിക്കുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെയുള്ള തൊട്ട് മുമ്പത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞുണ്ടോ, ആ ഒരു ഈ ഒരു ക്രോസ് ഹെയർ ഇരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരുന്നു. അതുകൊണ്ടാണ് റൊട്ടേഷനൊക്കെ ചെയ്തപ്പം കറക്റ്റ് റൊട്ടേഷൻ ഇങ്ങനെ വന്നത്. ഇനിയും ആങ്കർ പോയിൻ്റ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ആങ്കർ പോയിൻ്റ് ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ ബേസിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, ഫ്ലാഗ് മേലോട്ട് പോയതാണ്. ഫ്ലാഗിൻ്റെ പൊസിഷൻ കറക്റ്റാക്കി താഴോട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ആങ്കർ പോയിൻ്റ് ചേഞ്ച് ചെയ്ത സമയത്ത് ആങ്കർ പോയിൻ്റ് വന്നിരിക്കുന്നത് ഫ്ലാഗിൻ്റെ ഈ ഒരു ഗ്രീനിൻ്റെ സെൻറ്ററിലാണ്. ഞാൻ പൊസിഷൻ ഓഫ് ദ ഫ്ലാഗ് വീണ്ടും കറക്റ്റ് ആക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് കൊണ്ടുവച്ചെങ്കിൽ, ഇനി നോക്കി അതിനെ മൈൻഡ് ചെയ്യേണ്ട. ആങ്കർ പോയിൻ്റ് മാത്രം നമ്മൾ പറയാൻ പോവാണ്. ആങ്കർ പോയിൻ്റ് ഇനിയിപ്പം റൊട്ടേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, റൊട്ടേഷൻ വരുന്നത് എവിടെയാണ് ആങ്കർ പോയിൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചായിരിക്കും റൊട്ടേഷനും സ്കെയിലും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്കെയിൽ ചെയ്യാം, ആ ഒരു പോയിന്റിലോട്ടായിരിക്കും സ്കെയിൽ ഡൗൺ ആവുന്നത്. കണ്ടോ, ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ആങ്കർ പോയിൻ്റ് ഞാൻ വേറൊരു സ്ഥലത്തോട് കൊണ്ടുവെക്കുകയാണ്, ഇങ്ങോട്ട് കൊണ്ടുവച്ചു. സ്കെയിൽ നോക്കുക,
സ്കെയിൽ ഡൗൺ ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. റൊട്ടേഷനും അവിടെ നിന്ന് തന്നെ ആയിരിക്കും. സോ ആങ്കർ പോയിന്റ് ഡിസൈഡ്സ് ദി ആനിമേഷൻ. സോ എവിടെ ആങ്കർ പോയിന്റ് വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിക്കുക, അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ ഗൈസ്.